ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2019 തൊടുവരകൾ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ 2019 ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെ അതിനെ നമുക്ക് ഉത്തരം എഴുതാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, മാർക്ക് എ പോയിന്റ് P at a distance 6 cm from the center of the circle. ഡ്രോ ടാൻജൻസ് ഫ്രം P to the circle. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. Pയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. ഏകദേശം എല്ലാ വർഷങ്ങളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് ഈ ചോദ്യം എല്ലാവരും നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, ശരിക്കും വരച്ച് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കണം. എന്നിട്ട് അതിനൊരു സെന്ററിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തണം. അപ്പോൾ ആദ്യം നമുക്ക് സ്കെയിലിൽ കോമ്പസ് ഉപയോഗിച്ചാണ്ട് 3 സെന്റിമീറ്റർ റേഡിയസ്, സ്കെയിലിൽ 3 സെന്റിമീറ്റർ എടുക്കുക, അല്ലെ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക, ഒരു സർക്കിൾ വരക്കുക. ഇനി സെൻറ്ററിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ നമ്മൾ പറഞ്ഞ്, അപ്പോൾ നമ്മൾ പെൻസിലും സ്കെയിലും വെച്ചാണ്ട് ഒരു 6 സെന്റിമീറ്റർ അകലെ, സെൻറ്ററിൽ നിന്നും ഒരു 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഇനി ഈ ബിന്ദുവിൽ നിന്നും 2 തൊടുവരകൾ വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക, ലംബസമാജി. അതിൻ്റെ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് പോകാം. മുകളിലേക്ക് ഒരു ആർക്ക് വരച്ചു, പകുതിയിൽ കൂടുതൽ എടുത്താണ്ട് മുകളിലേക്കും താഴേക്കും ഒരു ആർക്കുകൾ വരച്ചു. ഇനി ഇപ്പുറത്തെ അറ്റത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആ ആർക്കിനെ കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. അതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി എന്ന് പറയുന്നത്. ഈ ലംബ സമഭാജി ആ ലൈനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുക. ഏതെങ്കിലും ഒരു അറ്റത്തേക്കുള്ള ലെങ്ത് എടുക്കുക, എന്നിട്ട് ഒരു സർക്കിൾ വരക്കുക. ഈ സർക്കിളിന്റെ അവിടെ നിന്ന് നമ്മൾ ആദ്യം വരച്ച സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് 2 ലൈനുകൾ വരക്കുക. അതാണ് നമ്മളുടെ ടാൻജൻസ് അഥവാ തൊടുവര എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടാൻജൻ്റായി. ആ റെഡ് ലൈനിൽ ഞാൻ വരച്ചിട്ടുള്ളതാണ് നമ്മളുടെ ടാൻജൻസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. In the figure, chord BC extended to P. A tangent from P to the circle is PA. AQ is the bisector of angle BAC. ചിത്രത്തിൽ ഞാൻ BC എന്നത് P യിലേക്ക് നീട്ടിയിരിക്കുന്നു. PA തൊടുവരയാണ്. ആംഗിൾ BAC യുടെ സമഭാജിയാണ് AQ. Write one pair of equal angle from the figure. ചിത്രത്തിൽ നിന്നും ഒരു ജോഡി തുല്യ കോണുകൾ എഴുതുക. If PAC equal to X, PCA equal to Y, prove that angle BAC equal to Y minus X. PAC equal to X, PCA equal to Y എടുത്താൽ BAC equal to Y minus X എന്ന് തെളിയിക്കുക. Prove that angle PAQ equal to Y plus X by 2. Angle PAQ equal to Y plus X by 2 എന്ന് തെളിയിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് AQ എന്ന് പറയുന്നത് ഈ BAC എന്ന് പറയുന്ന ആംഗിളിന്റെ ബൈസെക്ടർ ആണ്, അഥവാ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, സമഭാജിയാണ്. അപ്പൊ AQ BACനെ ഈക്വൽ ആയിട്ട് ഭാഗിക്കും. അപ്പൊ അത് രണ്ടും ഈക്വൽ ആംഗിൾസ് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾ വരുന്നത്? ഒന്ന് BAQ അല്ലെങ്കിൽ QAB, അടുത്തത് QAC അല്ലെങ്കിൽ CAQ. AQ is the bisector of angle BAC ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BAQ equal to QAC, 2 ഈക്വൽ ആംഗിൾ കിട്ടി. ഇനി ആംഗിൾ B equal to X എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. ABC ഒരു ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ ABC എന്ന് പറയുന്ന ട്രയാങ്കിളില് B എന്ന് പറയുന്ന കോണ് X ആണെങ്കിൽ ആ കോണിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന കോണും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ടാൻജൻസിൽ നമ്മൾ പഠിച്ചാണ് ഒരു കോണ് സർക്കിളിലുള്ള ഒരു ട്രയാങ്കിൾ കേട്ടോ. സർക്കിളിലുള്ള ഒരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കോണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന കോണിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ PAC ഈക്വൽ ടു X കിട്ടും. ഓക്കെ ആണ്, ആംഗിൾ B ഈക്വൽ ടു X എടുത്തു. അപ്പൊ ആംഗിൾ PAC ഈക്വൽ ടു X എടുക്കാനാണ് നമ്മോട് പറഞ്ഞത്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ബിയും എന്തായിരിക്കും എക്സ് ആയിരിക്കും. കാരണം എന്താ, ഒരു ത്രികോണത്തിന്റെ ഒരു കോണ് അതിന്റെ എതിർവശം തൊടുവരയുമായിട്ടുണ്ടാക്കുന്ന കോണിന് തുല്യമായിരിക്കും. അപ്പൊ തൊടുവരയുമായിട്ടുണ്ടാക്കുന്ന കോൺ എക്സ് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ആംഗിൾ ബി എന്തായിരിക്കും, അതും എക്സ് ആയിരിക്കും. ഇനി ആംഗിൾ ബി സി എ അതായത് ഇവിടെ വൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പി സി എ വൈ ആണ്. അപ്പൊ ആംഗിൾ ബി സി എ എന്തായിരിക്കും, 180 മൈനസ് വൈ ആയിരിക്കും. കാരണം അതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പൊ ഇപ്പുറത്ത് വൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 180 മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബി എ സി അല്ലേ കാണണ്ടേ, അതിന് ത്രികോണം എ ബി സി കൺസിഡർ ചെയ്യാം. ത്രികോണം എ ബി സിയിലെ 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 180 കിട്ടും. അപ്പൊ ബി എ സി എങ്ങനെ കാണാ, 180 നിന്നും ആംഗിൾ ബിയും അതേപോലെ തന്നെ ആംഗിൾ ബി സി എയും എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ആംഗിൾ ബി എന്താണ്, എക്സ് ആണ്. ആംഗിൾ ബി സി എന്താണ്, 180 മൈനസ് വൈ ആണ്. അതിവിടെ കൊടുക്കുക. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോ എക്സ് പോസിറ്റീവ് ഉള്ളത് മൈനസ് ആവും, പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. 180 മൈനസ് 180 പോയി. ഇനി ആരാ ഉള്ളത്, മൈനസ് എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ വൈ മൈനസ് എക്സ്. ഇതല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടി നോക്കിക്കോ. ദാ ബി എ സി എക്സ് ആണ്. ബി എ സി എക്സ് ആയാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ കോണും എക്സ് ആയിരിക്കും. ഇനി പി സി എ വൈ ആണ്. ഇത് വൈ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും, 180 മൈനസ് വൈ ആയിരിക്കും. ഇനി എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണത്തിലെ ബി എ സി എന്ന് പറയുന്ന കോണ് കാണാൻ 180 നിന്നും ഈ 2 കോണുകൾ മൈനസ് ചെയ്താൽ മതി. ആംഗിൾ ബിയും ആംഗിൾ ബി സി എയും മൈനസ് ചെയ്താൽ മതി. അതാണ് ഞാനിവിടെ ചെയ്തത്. ആംഗിൾ ബി എക്സ് ആണ്, ബി സി എ 180 മൈനസ് വൈ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പൊ 180 180 പോയി. പിന്നെ ബാക്കിയുള്ളത് വൈ മൈനസ് എക്സ്. അപ്പൊ ബി എ സി ഈക്വൽ ടു എന്ത് കിട്ടി, വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ദെൻ അടുത്തത് സി ക്വസ്റ്റ്യൻ. ഇവിടെ ബി എ ക്യൂവും ഈ 2 കോണുകൾ തുല്യമാണ്. ബി എ ക്യൂവും ക്യു എ സിയും എന്താണ്, ഈക്വൽ ആണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിന് ക്യു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കോണ് ക്യു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ മൈനസ് എക്സ് ബൈ 2 ആണ്. എങ്ങനെ മക്കളെ ക്യു എ സി വൈ മൈനസ് എക്സ് ബൈ 2 ആയത് പറയാൻ പറ്റുമോ? നോക്കിയേ, ബി സി എ എന്ന് പറയുന്നത് വൈ മൈനസ് എക്സ് ആണ്. ഇത് മുഴുവനായിട്ട് വൈ മൈനസ് എക്സ് ആണ്. നമ്മളുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഈ കോണും തുല്യാണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വൈ മൈനസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതികളല്ലേ ഇത് രണ്ടും വരിക. അപ്പൊ വൈ മൈനസ് എക്സ് ബൈ 2 എന്ന് വരും ക്യു എ സി. മനസ്സിലായോ? ബി എ സി മുഴുവനായിട്ട് വൈ മൈനസ് എക്സ് ആണെന്നുള്ളത് നമ്മൾ സെക്കൻഡ് ഓപ്ഷനിൽ കണ്ടെത്തി. ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞു ആ ബി എ സിനെ തുല്യമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ വൈ മൈനസ് എക്സിനെ ഞാനും തുല്യമായിട്ട് ഭാഗിച്ചു. എന്ത് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് ക്യു എ സി ഞാൻ വൈ മൈനസ് എക്സ് ബൈ 2 എന്ന് എടുത്തത്. ഇനി ഇവിടെ പി എ സി നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, എക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പി എ ക്യു കാണാൻ പോവാണ്. പി എ ക്യു എന്ന് പറയുന്നത് എന്താ, പി എ സിയും ക്യു എ സിയും കൂടിയും തമ്മിൽ കൂട്ടണം. ക്യു എ സി ഇതാ വൈ മൈനസ് എക്സ് ബൈ 2 ആണ്, പി എ സി എക്സ് ആണ്. ക്രോസ് ചെയ്യുക. ഇവിടെ ഒരു 1 ഉണ്ടെന്ന് സങ്കല്പിക്കുക. 2 ഇൻറ്റു എക്സ് 2x ആണ്. 1 ഇൻറ്റു വൈ മൈനസ് എക്സ് അത് വൈ മൈനസ് എക്സ് ആണ്. 2x എന്ന് ഒരു എക്സ് പോയാൽ എക്സ് കിട്ടും. അപ്പൊ എക്സ് പ്ലസ് വൈ ബൈ 2 നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞ ആളായില്ലേ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാലും വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. സർക്കിൾ വിത്ത് സെന്റർ ഓ ടച്ചസ് ദ സർക്കിൾ ഓഫ് sides of the triangle at P, Q and R. AB equal to AC, AQ equal to 4 cm, CQ equal to 6 cm. ഓ കേന്ദ്രമായ വൃത്തം ത്രികോണത്തിന്റെ വശങ്ങൾ പി ക്യു ആർ എന്നീ ബിന്ദുക്കളെ തൊടുന്നു. എ ബി ഈക്വൽ ടു എ സി ആണ്, എ ക്യു 4 ആണ്, സി ക്യു 6 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി പി? സി പിയുടെ നീളം എന്താണ്? ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കണ്ടെത്തുക. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? വൃത്തത്തിന്റെ ആരം എന്താണ്? മക്കൾ എവിടെ നോക്കിയേ, ഞാൻ ഈ തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലൊന്ന് കൊടുക്കുകയാണ്. എ ക്യു 4 ആണ്. എ ക്യു 4 ആണെന്നുണ്ടെങ്കിൽ എ ആറും എന്താണ്, 4 ആണ്. ഇനി എ സി എവിടെ എ ബി ഈക്വൽ ടു എ സി ആണ്. ഇനി സി ക്യു 6 ആണതാ.
എക്യു 4 സിക്യു 6 സിക്യു 6 ആണെന്നുണ്ടെങ്കിൽ മക്കളെ സി പിയും 6 ആയിരിക്കും. നിങ്ങൾ ലെങ്ത് നോക്കണ്ട കേട്ടോ, അപ്പുറത്താണ് ശരിക്കും 6 വരേണ്ടതെന്നൊക്കെ തോന്നുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് പ്രകാരം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എക്യു 4 അപ്പൊ AR 4 ആയിരിക്കും. കാരണം എന്താ, വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു തൊടുവര പോയിന്റിൽ നിന്നും വരക്കുന്ന 2 ടാൻജന്റാണ് നമുക്ക് വരക്കാൻ പറ്റുക. രണ്ടും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതേപോലെ സിക്യു 6 അപ്പൊ സി പിയും 6. ഇനി മക്കളെ അടുത്തത് നോക്കി, എ സി ഈക്വൽ ടു ബി, എ സി ഈക്വൽ ടു എ ബി ആണ്. എ സി എത്രയാ അപ്പോ 6 4 10. അപ്പൊ എ ബിയും എന്ത് തന്നെ വേണം, 10 തന്നെ വേണം. ഇവിടെ 4 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാ 6. അപ്പൊ ഇവിടെ എത്രയാ 6. ഇങ്ങനെ വരും നമ്മളുടെ ചിത്രം. അപ്പൊ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി പി, സി പി എത്രയാ 6. ഓക്കെ, ഇനി അടുത്ത പെരിമീറ്റർ കാണാനാണ്. ഞാൻ ഈ വരച്ച ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി പെരിമീറ്റർ, ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. പെരിമീറ്റർ കാണാൻ എല്ലാം കൂടി കൂട്ടിയാൽ മതി. 6 4 10, 6 4 10, 10 മാറും 16 മാറും, 10 20 30, 30 2 32 ആണോ. ഈ ഏരിയ കാണാൻ ഞാൻ ഈ ട്രയാങ്കിളിൽ ഒന്നുകൂടി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒന്ന് വരക്കാണ്. ഇവിടെ 6 4 10 10, ഇവിടെ 6 6 12, ഒരു ഹൈറ്റ് വരച്ചു. ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ, അപ്പൊ ഒരു ഹൈറ്റ് വരച്ചു. ഇവിടെ 90 ഡിഗ്രി വരും. ഓക്കെ, ഇനി നമുക്ക് പൈതഗോറസ് വെച്ചുകൊണ്ട് ഹൈറ്റ് കണ്ടുപിടിക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. അതിൽ എനെ നമുക്ക് എ ആയിട്ട് തന്നെ എടുക്കാം, ബിനെ ഞാൻ 6 ആക്കിയിട്ട് എടുത്തു, എച്ച് 10. അപ്പൊ 6ന്റെ സ്ക്വയർ 36, 10ന്റെ സ്ക്വയർ 100. ഈ 36 ഇപ്പുറം കൊണ്ടുപോവാ. അപ്പൊ 100 മൈനസ് 36 64 കിട്ടും. എ സ്ക്വയർ 64 ആണെന്നുണ്ടെങ്കിൽ എ എത്രയായിരിക്കും, 8 ആയിരിക്കും. അപ്പൊ ഹൈറ്റും കിട്ടി, ബേസും കിട്ടി. ഇനി ഏരിയ കാണാലോ. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബേസ് എന്ന് പറയുന്നത് 12 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, 12ന്റെ പകുതി 6 ആണ്, 6 8 48. ഓക്കെ, അപ്പൊ പെരിമീറ്ററും ആയി, ഏരിയ ആയി. ഇനി വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റേഡിയസ് ഇൻ സർക്കിളിന്റെ റേഡിയസ് ആണ് ലൊക്കേഷൻ എന്താ, എ ബൈ എസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ, ചുറ്റളവിന്റെ പകുതി. ഏരിയ എത്രയാണ് 48 ആണ്. പെരിമീറ്റർ എത്രയാണ് 32 ആണ്. 32ന്റെ പകുതി എത്രയാണ്, 32ന്റെ പകുതി 16 ആണ്. ഓക്കെ, ഇനി 48ലെ 16 എത്ര ഉണ്ട്, 6ന്റെ ടേബിൾ ഒന്ന് നോക്കിയാൽ 3 6 18 ആണ്. അപ്പൊ 16 × 3 ഒന്ന് ചെയ്ത് നോക്കിയേ. 3 6 18 8 ഇഷ്ടം 1 1 3 3 1 4 കണ്ടോ 48. അപ്പൊ ഇൻ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ഒന്നും കിട്ടും. ഓക്കെ, ഇൻ സർക്കിളിന്റെ റേഡിയസ് എത്രയാ 3 സെന്റിമീറ്റർ. ഇത്രയും ചോദ്യങ്ങളാണ് 2019 ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു all the very best for your examination and thank you for watching this video. See you soon. Bye bye.